ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഏപ്രിൽ 19 വോട്ടെടുപ്പ് 102 മണ്ഡലങ്ങളിൽ. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. വോട്ടെടുപ്പിനായി 25,358 ബൂത്തുകൾ സംസ്ഥാനത്ത് സജ്ജീകരിക്കും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. മണ്ഡലങ്ങളിൽ സജീവ പര്യടനം തുടർന്ന സ്ഥാനാർത്ഥികൾ. യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ ഡോക്ടർ റുവൈസിന്റെ മെഡിക്കൽ PG പഠനം തടഞ്ഞ് ഹൈക്കോടതി. ഹീമോഫീലിയ ചികിത്സയിൽ ആലുവ ജില്ലാ ആശുപത്രിക്ക് അന്താരാഷ്ട്ര അംഗീകാരം. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. തമിഴ്നാട് ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 19 വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 27 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. സൂക്ഷ്മ പരിശോധന 28 നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 30. ബീഹാറിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 28. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി ഏപ്രിൽ 2 വരെയുമാണ്. ജൂൺ 4 വോട്ടെണ്ണൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നത് ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് ഈ മാസം 25 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. വോട്ടെടുപ്പിനായി 25,177 തെരഞ്ഞെടുപ്പ് ബൂത്തുകളും 181 ഉപബൂത്തുകളും അടക്കം ആകെ 25,358 ബൂത്തുകൾ ഉണ്ടാകും. സ്ത്രീ, ഭിന്നശേഷി, യുവ സൌഹൃദ ബൂത്തുകളും മാതൃകാ ഹരിത ബൂത്തുകളും സജ്ജീകരിക്കും. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കും വീടുകളിൽ വോട്ട് ചെയ്യാൻ കഴിയും. വോട്ടെടുപ്പ് ദിവസം ബൂത്തുകളിൽ വെബ്കാസ്റ്റ് സംവിധാനം ഒരുക്കും. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. LDF, UDF, NDA സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളും മണ്ഡലങ്ങളിൽ സജീവ പര്യടനം തുടരുകയാണ്. ഏപ്രിൽ 26 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം 28 പുറപ്പെടുവിക്കും. 13 സംസ്ഥാനങ്ങളിലെ 89 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അടുത്ത മാസം 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 5 സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. തലസ്ഥാന ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ മണ്ഡലത്തിലെ നെയ്യാറ്റിൻകര ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഉള്ളൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. വാശിയേറിയ പോരാട്ടമാണ് 3 മുന്നണികളും കാഴ്ചവെക്കുന്നത്. തിരക്കിട്ട പ്രചാരണത്തിൽ മുഴുകിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ അറബിക്കടലിന് സമാന്തരമായി കിടക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കത്തുന്ന വേനൽ ചൂടിനേക്കാളും ചൂടേറിയ പ്രചരണമാണ് അരങ്ങേറുന്നത്. കണ്ണെത്തുന്നിടത്തെല്ലാം സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും ചിഹ്നങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. LDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MP അഡ്വക്കേറ്റ് AM ആരിഫും UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും NDA സ്ഥാനാർത്ഥി BJP നേതാവ് ശോഭ സുരേന്ദ്രനും വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണ്. AM ആരിഫ് ഇന്ന് ആലപ്പുഴ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. ശോഭ സുരേന്ദ്രൻ ഇന്ന് രാവിലെ അമ്പലപ്പുഴയിൽ പര്യടനം നടത്തി. വൈകിട്ട് ചേർത്തലയിൽ റോഡ് ഷോയുണ്ട്. KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സംഘടിപ്പിച്ചിട്ടുള്ള മണ്ഡലം കൺവെൻഷനുകളിൽ കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. വിവിധ ചുമതലകൾ നിർവഹിക്കുവാനായി 24 നോഡൽ ഓഫീസർമാർ രംഗത്തുണ്ട്. പണത്തിന്റെ ഒഴുക്ക് തടയാൻ 54 ഫ്ലൈയിംഗ് സ്ക്വാഡുകളും നിരത്തിലിറങ്ങി. പൊതുപ്രവർത്തകർക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇനി വിശ്രമമില്ലാത്ത ദിനങ്ങളാണ്. ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ വോട്ടുറപ്പിക്കാനുള്ള തിരക്കിട്ട പ്രവർത്തനങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും അടൂർ റാന്നി മേഖലയിലും LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് അടൂരിലുമാണ് ഇന്ന് പര്യടനം നടത്തിയത്. NDA സ്ഥാനാർത്ഥി അനിൽ K. ആന്റണി വിവിധ ദേവാലയങ്ങൾ, കോളേജുകൾ എന്നിവിടങ്ങൾ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു.
ത്രികോണ മത്സരത്തിന് വേദിയൊരുങ്ങുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു. UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം VM സുധീരൻ ഇന്ന് നിർവഹിച്ചു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ ദിവസം നിർവഹിച്ചിരുന്നു. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പുതുക്കാട് മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം നടത്തിയത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ആവേശകരമായ പ്രചാരണം പുരോഗമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് ബേപ്പൂർ ഹാർബറിലും വിവിധ കലാലയങ്ങളിലും സന്ദർശനം നടത്തി. LDF സ്ഥാനാർത്ഥി എളമരം കരീം ഇന്ന് കോഴിക്കോട് സൌത്ത്, കുന്ദമംഗലം, കൊടുവള്ളി മണ്ഡലങ്ങളിലാണ് പര്യടനം. NDA സ്ഥാനാർത്ഥി MD രമേശിന്റെ രണ്ടാം ഘട്ട പ്രചാരണ പരിപാടികൾക്ക് നാളെ തുടക്കമാകും. മുതലക്കുളത്ത് നാളെ വൈകുന്നേരം നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ ഏപ്രിൽ 26 വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഷ്ട്രീയ പാർട്ടികളുമായി നടത്തിയ യോഗത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 85 വയസ്സ് കഴിഞ്ഞ വോട്ടർമാരുടെയും അംഗപരിമിത വോട്ടർമാരുടെയും വോട്ടുകൾ പോളിംഗ് ടീം വീട്ടിലെത്തി രേഖപ്പെടുത്തി വാങ്ങിക്കൊണ്ടുപോകുന്നതിന് സീൽ ചെയ്ത ബോക്സ് ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകണമെന്നും കോൺഗ്രസ് ആവശ്യമുന്നയിച്ചു. തിരുവനന്തപുരത്ത് യുവ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഡോക്ടർ റുവൈസിന് മെഡിക്കൽ കോളേജിലെ ബിരുദാനന്തര പഠനം തുടരാൻ അനുവദിച്ച സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സമർപ്പിച്ച അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. റുവൈസിനെതിരെയുള്ള അച്ചടക്ക നടപടികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ആലുവ ജില്ലാ ആശുപത്രിയിലെ ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിന് അന്താരാഷ്ട്ര അംഗീകാരം. വേൾഡ് ബ്ലഡ് ഡിസോർഡർ രജിസ്ട്രിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഗുണമേന്മയുള്ള വിവരശേഖരണം നടത്തിയതിനും ഏകോപനത്തിനുമാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അംഗീകാരം ലഭിച്ചത്. ഹീമോഫീലിയ രോഗികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാനം നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ബഹിരാകാശ പദ്ധതികൾക്കുള്ള തന്ത്രപ്രധാന വസ്തുക്കൾ വികസിപ്പിക്കാനും ഗവേഷണം ശക്തിപ്പെടുത്തുന്നതിനുമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി വിക്രം സാരാഭായ് സ്പേസ് സെന്ററുമായി സമഗ്ര ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. NIIST ഡയറക്ടർ ഡോക്ടർ C അനന്തരാമകൃഷ്ണൻ, VSSC ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരുമായി സംയുക്ത ധാരണാപത്രം കൈമാറി. സായുധ സേന പതാക ദിന നിധിയിലേക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് 5 ലക്ഷം രൂപ നൽകി. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ജനറൽ മാനേജർ AK സുഭാഷ് ചെക്ക് കൈമാറി. കണ്ണൂർ കേളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോട് മേഖലയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവയെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ 3ാം ദിവസവും തുടരുന്നു. അടയ്ക്കാത്തോട് ടൗൺ പരിധിയിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ നാളെ വൈകിട്ട് 5 മണിവരെ നീട്ടി. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോട്ടയം, കോഴിക്കോട്, തൃശൂർ എന്നീ ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനും സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 89 പോയിന്റ് ഉയർന്ന് 72,101-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 21 പോയിന്റ് വർദ്ധിച്ച് 21,839-ലും വ്യാപാരം അവസാനിപ്പിച്ചു. തൃശൂർ അന്തിമകാളൻകാവ് വേലയോടനുബന്ധിച്ച് വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് ലൈസൻസ് അനുവദിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷ നിരസിച്ച് ADM ഉത്തരവിട്ടു. പോലീസ്, ഫയർ റെസ്ക്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ട്, പെസോ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലും തൃശൂരിലും തൃപ്പൂണിത്തുറയിലും അടുത്ത കാലത്തുണ്ടായ വെടിക്കെട്ട് അപകടങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് നടപടി. കേരള ലോകായുക്ത കഴിഞ്ഞ 5 വർഷം പുറപ്പെടുവിച്ച പ്രധാന ഉത്തരവുകൾ ഉൾക്കൊള്ളിച്ച പ്രവർത്തന റിപ്പോർട്ട് രാജ്ഭവനിൽ ഇന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ലോകായുക്ത ജസ്റ്റിസ് സിറിൽ ജോസഫ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സമർപ്പിച്ചു. ലോകായുക്തയുമായി 5 വർഷം സേവനം അനുഷ്ഠിച്ച് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 1ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഏപ്രിൽ 19 വോട്ടെടുപ്പ് 102 മണ്ഡലങ്ങളിൽ. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. വോട്ടെടുപ്പിനായി 25,358 ബൂത്തുകൾ സംസ്ഥാനത്ത് സജ്ജീകരിക്കും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. മണ്ഡലങ്ങളിൽ സജീവ പര്യടനം തുടർന്ന സ്ഥാനാർത്ഥികൾ. യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ ഡോക്ടർ റുവൈസിന്റെ മെഡിക്കൽ PG പഠനം തടഞ്ഞ ഹൈക്കോടതി. ഹീമോഫീലിയ
ചികിത്സയിൽ ആലുവ ജില്ലാ ആശുപത്രിക്ക് അന്താരാഷ്ട്ര അംഗീകാരം. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.